ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 44ാം വയലാർ അവാർഡ് നേടിയത് ആരാണ്? 44ാം വയലാർ അവാർഡ് നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 44ാം വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത്. 2024 48ാമത് വയലാർ അവാർഡാണ് പ്രഖ്യാപിച്ചത്. അശോകൻ ചെരുവിലാണ് നേടിയത്. കാട്ടൂർ കടവ് എന്ന നോവലിലാണ് വയലാർ അവാർഡ് നേടിയത്. രണ്ടാമത്തെ ചോദ്യം, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ എം ലീലാവതി. 2024 പ്രതിഭ റായാണ് ONV പുരസ്കാരം നേടിയത്. മൂന്നാമത്തെ ചോദ്യം, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? ഉത്തരം ഓപ്ഷൻ ബി, പുതുശ്ശേരി രാമചന്ദ്രൻ. നാലാമത്തെ ചോദ്യം, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വി മധുസൂദനൻ നായർ. അഞ്ചാമത്തെ ചോദ്യം, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അച്ഛൻ പിറന്ന വീട്. ആറാമത്തെ ചോദ്യം, ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഏഴാമത്തെ ചോദ്യം, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഋഷി സുനക്. ഒൻപതാമത്തെ ചോദ്യം, ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ഇൻ്റർനെറ്റ് ലഭ്യത. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. 11ാമത് ചോദ്യം, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 12ാമത് ചോദ്യം, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, 5 മണിക്കൂർ 30 മിനിറ്റ്. 13ാമത് ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആരവല്ലി. 14ാമത് ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആനമുടി. 15ാമത്തെ ചോദ്യം, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി, വൃഷ്ടിപ്രദേശം. 16ാമത്തെ ചോദ്യം, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, രവി. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മാർച്ച് ടു മെയ്. 18ാമത് ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. 19ാമത് ചോദ്യം, പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, തമിഴ്നാട്. 20ാമത് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 21ാമത് ചോദ്യം, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. 22ാമത് ചോദ്യം, 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 1857 കലാപം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ശിപായി ലഹള. 23ാമത് ചോദ്യം, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? ഉത്തരം ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ്. 24ാമത് ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 25ാമത് ചോദ്യം, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 26ാമത് ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 27ാമത് ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 28ാമത് ചോദ്യം, നീൽ ദർപ്പൺ രചിച്ചത് ആര്? നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര. 29ാമത് ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ബി KR നാരായണൻ. 30ാമത് ചോദ്യം, ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 31ാമത് ചോദ്യം, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പാർട്ട് 3. 32ാമത് ചോദ്യം, അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. 33ാമത് ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ഉത്തരം ഓപ്ഷൻ ബി നിയമാവകാശം. 34ാമത് ചോദ്യം, അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 17. 35ാമത്തെ ചോദ്യം, ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 352. 36ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 37ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്. 38ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1993 സെപ്റ്റംബർ 28. 39ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 40ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. 41ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? കേരളത്തിൻ്റെ വിസ്തീർണം. ഉത്തരം ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ.
43-ാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ, ഇടുക്കി. 44-ാമത്തെ ചോദ്യം കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. 45-ാമത്തെ ചോദ്യം പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. 46-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൻ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി AD 1859. 47-ാമത്തെ ചോദ്യം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. 48-ാമത്തെ ചോദ്യം ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ത്? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഉത്തരം ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. 49-ാമത്തെ ചോദ്യം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. 50-ാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി ടു ഡൊണ്ടി പോയിന്റ്. 51-ാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? അയ്യങ്കാളി ജനിച്ച ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. 52-ാമത്തെ ചോദ്യം സമബന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സമബന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. 53-ാമത്തെ ചോദ്യം അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആർ പാർവതി ദേവി. 54-ാമത്തെ ചോദ്യം ആഗമാനന്ദ അന്തരിച്ച വർഷം ഏത്? ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1961. 55-ാമത്തെ ചോദ്യം 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. 56-ാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 57-ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 58-ാമത്തെ ചോദ്യം ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്ത്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. 59-ാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1809 ജനുവരി 11. 60-ാമത്തെ ചോദ്യം ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 1859 ജൂലൈ 26. 61-ാമത്തെ ചോദ്യം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 32. 62-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശം. 63-ാമത്തെ ചോദ്യം രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്യം ഹാർവി. 64-ാമത്തെ ചോദ്യം ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കേറ്റ. 65-ാമത്തെ ചോദ്യം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സെറിബെല്ലം. 66-ാമത്തെ ചോദ്യം പേശികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്?
പേശികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി മയോളജി. 67ാമത്തെ ചോദ്യം, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ജീവകം സി, അതായത് അസ്കോർബിക് ആസിഡ്. 68ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ. 69ാമത്തെ ചോദ്യം, സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്ന്? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. 70ാമത്തെ ചോദ്യം, റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ DDT. 71ാമത്തെ ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. 72ാമത്തെ ചോദ്യം, തോറിയത്തിൻ്റെ അയിര് ഏതാണ്? തോറിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ എ മോണോസൈറ്റ്. 73ാമത്തെ ചോദ്യം, മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം. 74ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ. 75ാമത്തെ ചോദ്യം, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏത്? ഉത്തരം ഓപ്ഷൻ സി സോപ്പ്. 76ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ. 77ാമത്തെ ചോദ്യം, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ ജൂൾ. 78ാമത്തെ ചോദ്യം, തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം. ഉത്തരം ഓപ്ഷൻ എ സമചലനം. 79ാമത്തെ ചോദ്യം, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണ്? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ഉത്തരം ഓപ്ഷൻ ബി ബലം. 80ാമത്തെ ചോദ്യം, സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത്? ഉത്തരം ഓപ്ഷൻ എ വോയേജർ 1. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.